السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഇരുത്തം നമ്മളിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തും ബർക്കത്തും നമ്മളിലേക്ക് ഇറക്കുമാറാകട്ടെ. വിശ്വാസികളായ നമ്മൾ അള്ളാഹുവിന്റെ കലാം പഠിക്കാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖുർആനിൽ 114 സൂറത്തുകളിൽ 22ാമത്തെ സൂറത്ത് സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിക്കാൻ മുന്നോട്ട് വെക്കുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പരാതിയുമായി കുറച്ചാളുകൾ കടന്നു വരികയാണ്. എന്താണ് പരാതി? മസ്ജിദുൽ ഖുബായിൽ ഇമാം നിൽക്കുന്ന അൻസാരിയായ സഹാബിയെ പറ്റിയിട്ടാണ് പരാതി. പരാതി മറ്റൊന്നുമല്ല, എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം എല്ലാ നമസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തിട്ട് മാത്രമേ മറ്റേത് സൂറത്തുകളും ആ സഹാബി പാരായണം ചെയ്യുന്നുള്ളൂ എന്ന് പരാതി ഇമാമിനോട്, സഹാബിയോട് പറഞ്ഞു, അവതരിപ്പിച്ചു. സഹാബി പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസ് ഓതാതെ മറ്റൊരു സൂറത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയില്ല. നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഇവിടുന്ന് മാറ്റിക്കോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയെ വിളിച്ചു ചോദിച്ചു, എന്താ എല്ലായ്പ്പോഴും ഇഖ്ലാസ് ഓതുന്നത്? സഹാബി പറയാണ്, സൂറത്തുൽ ഇഖ്ലാസ് എനിക്ക് അത്രയും ഇഷ്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിലെത്തിക്കട്ടെ. ഖുർആനിലെ 114 സൂറത്തുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ 114 സൂറത്തുകളിൽ എനിക്ക് ഖുർആനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സൂറത്ത് ഇതാണ് എന്ന് പറയാൻ ഒരു സൂറത്ത് നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുൽ ഹജ്ജ് പഠിച്ചാരംഭിക്കാൻ പോവുകയാണ്. ഹജ്ജിനെ പറ്റിയിട്ടുള്ള വളരെ ഗൗരവമായ വിഷയങ്ങൾ ഈ സൂറത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് സൂറത്തുൽ ഹജ്ജ് എന്ന് പേര് വെച്ചത്. പിന്നീട് നമ്മൾ ഒരു സൂറത്ത് ഓതാൻ ആരംഭിക്കും ശ്രദ്ധിക്കാറുണ്ട്, മക്കീയാണോ മദനീയാണോ, മക്കയിൽ അവതരിച്ചതാണോ മദീനയിൽ അവതരിച്ചതാണോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട്. എന്നാൽ സൂറത്തുൽ ഹജ്ജിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിലുള്ള കുറച്ചായത്തുകൾ മക്കയിലും പിന്നെയുള്ള കുറച്ചായത്തുകൾ മദീനയിലും അവതരിച്ചതാണ് എന്ന് പണ്ഡിതന്മാര് അതിൽ അഭിപ്രായം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് നമ്മുടെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഏതൊക്കെ ആയത്തുകളാണ് മദീനയിൽ അവതരിച്ചത്, മക്കയിൽ അവതരിച്ചത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് വളരെ വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി സൂറത്തുൽ ഹജ്ജ് 22ാമത്തെ സൂറത്താണ്.
അതിൽ 78 ആയത്തുകളാണ് സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ ഏതാനും ചില ആയത്തുകൾ മാത്രം നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് ആദ്യം കുറച്ച് ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس اتقوا ربكم إن زلزلة الساعة إن زلزلة الساعة شيء عظيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. ഇവിടെ നമ്മൾ പാരായണം ചെയ്തപ്പോ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും എന്നുള്ള അവിടെ നമ്മൾ നിർത്തി. നമ്മൾ വെറുതെ നിർത്തിയതല്ല, മറിച്ച് വഖഫിന്റെ നിർത്തലിന്റെ ഒരു നിയമം അവിടെ ഉണ്ട്. ഒക്കെ സ്ക്രീനിൽ കാണാൻ കഴിയും, ഖുർആനിൽ കാണാൻ കഴിയും. ജീം എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ കാണും? ചെറുങ്ങനെ കാണാൻ കഴിയും. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഓതി പോകുമ്പോൾ പല സ്ഥലങ്ങളിലും അത് കാണാറുണ്ട്. എന്താണ് ജീമിന്റെ നിയമം? ജീം നമ്മൾ അവിടെ കണ്ടാൽ അവിടെ നിർത്താം, നിർത്താതിരിക്കാം. എന്നാൽ നിർത്തലാണ് നല്ലത്, ജായിസ് എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ജീം എന്നുള്ള വഖഫിന്റെ ഒരു നിയമമാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തൽ എന്നുള്ളതാണ്. ഖുർആനിൽ ജീം എന്നും ഒരു ഖാഫും ലാമും സില എന്നും ത്വാ എന്നും അങ്ങനെ തുടങ്ങി ലാ എന്നും ആ രൂപത്തിലുള്ള വഖഫിന്റെ നിയമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിർത്തേണ്ടത് അവിടെ നിർത്തണം എന്നറിഞ്ഞതിന്റെ പേരിലാകണം, വെറുതെ നിർത്തുന്നതാകരുത്. പിന്നീട് ആയത്തിന്റെ അവസാനത്തിൽ ഷൈഉൻ അളീം എന്ന് നമ്മൾ ഓതിയത്. ചില ആളുകളെങ്കിലും ഷൈഉൻ അളീം എന്ന് ഓതി പോകാറുണ്ട്. എന്നാൽ എന്താണ് ഷൈഉൻ അളീം എന്ന് വളരെ വ്യക്തമായി നമ്മൾ ഓതി വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? അങ്ങനെ ഓതി വെക്കാനുള്ള കാരണം അവിടെ ഒരു തൻവീൻ നമുക്ക് കാണാൻ കഴിയും. ഹംസയുടെ മുകളിൽ 2 ലമ്മുകൾ നമുക്ക് കാണാൻ കഴിയും. 2 ഫതഹും 2 കസറും 2 ലമ്മും അടങ്ങുന്നതിനെ നമ്മൾ തൻവീൻ എന്നാണ് എന്ത് ചെയ്യുക, പറയുക. അപ്പോ ഒരു തൻവീൻ വരുമ്പോ അവിടെ തജ്വീദിലുള്ള ഒരു നിയമം അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ തൻവീനായ 2 ലമ്മ് വന്നല്ലോ, ലമ്മൈൻ എന്ന് പറയും, ഇരട്ട ലമ്മ എന്ന് പറയും. ആ 2 ലമ്മുകൾ വന്നപ്പോ, തൻവീൻ അവിടെ കടന്നു വന്നപ്പോ അതിനുശേഷം വരുന്ന അക്ഷരത്തെ നമ്മൾ ഒന്ന് പരിശോധിക്കണം. ഏത് അക്ഷരമാണ് വന്നത്? അവിടെ വന്നത് ഐനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻവീനിന് ശേഷം ഐൻ എന്ന് പറയുന്ന ഒരു അക്ഷരം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യേണ്ട നിയമം ഇൽഹാറാണ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന നിയമം ഇൽഹാർ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഇൽഹാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യക്തമാക്കുക എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ തൻവീന് ശേഷം ഐൻ എന്നുള്ള അക്ഷരം നമ്മൾ ഖുർആനിൽ എവിടെ കണ്ടാലും അവിടെ വ്യക്തമാക്കിയിട്ട് തന്നെ നമ്മൾ ഓതണം. മണിച്ചുകൊണ്ട് മണിച്ചുകൊണ്ട് ഓതുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഇനി ഒന്നുകൂടി നമുക്ക് ആയത്തൊന്ന് ഓതാം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅതി ശൈഉൻ അളീം. എന്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു വെക്കുന്നത്? ഒന്നാമതായിട്ട് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ. നാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരെ എന്നാണ് എന്ത് ചെയ്യുന്നത്? അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത്. നാസ് എന്ന് പറഞ്ഞാൽ ബഹുവചനമാണ് അല്ലെ? മനുഷ്യനെ എന്നാണോ? അല്ല, മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നിൽ നിന്നാണ് എന്തുണ്ടായത്? മനുഷ്യരുണ്ടായത് അല്ലെ? ഇപ്പൊ ഞാൻ ഒരാൾ എന്ന് പറയുമ്പോ എന്താണ്? ഞാനൊരു മനുഷ്യനാണ്. നിങ്ങൾ പറയുമ്പോൾ മനുഷ്യർ എന്ന് പറയും രണ്ടിലധികം ആളുകളാകുമ്പോ. ഒരു മനുഷ്യൻ എന്താ പറയാ? ഇൻസ് എന്നാ പറയാ അല്ലെ? അപ്പൊ ഇൻസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് എന്ത് വന്നത്? നാസ് എന്ന് പറയുന്നത് വന്നത് എന്ന് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൊ നാസ് എവിടെ നിന്ന് വന്നു? ഇൻസിൽ നിന്ന് വന്നു. ഇൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്നർത്ഥേക്ക് വരും. അവിടെ യാ അയ്യുഹ എന്ന് വരുമ്പോ, യാ അയ്യുഹ എന്ന് വരുമ്പോ ഹേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? വിളിക്കുകയാണ്. വിളിക്കുന്നത് ആരെയാണ്? അന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ. നമുക്ക് ഖുർആനിൽ പല രൂപത്തിലുള്ള വിളികൾ കാണാൻ കഴിയും. യാ അയ്യുഹല്ലദീന ആമനു നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ നാസ് എന്ന് വരുമ്പോഴുള്ള പ്രത്യേകത എന്താണ്? നാസ് എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെ പറയുന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ്? ഏ വിശ്വാസികളെ, നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അത് ബാക്കിയുള്ളവർ കേൾക്കേണ്ട ആവശ്യമുണ്ടോ? അത് ബാക്കിയുള്ളവർക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ടോ? ഇല്ല. അതായിരിക്കാണ്? വിശ്വാസികൾക്കാണ്. എന്നാൽ നാസ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യകുലവും ഏതുമായിക്കോട്ടെ അവനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? പറയാൻ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അതിനെ കൂട്ടിച്ചേർത്ത് പറയാണ്, ഇത്തഖൂ റബ്ബക്കും, ഇത്തഖൂ റബ്ബക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ റബ്ബിനെ. റബ്ബ് എന്നുള്ള വാക്കിൽ നിന്ന് എന്ത് വരുന്നു? അല്ലെ? റബ്ബ് എന്ന് പറയുന്ന വാക്കിൽ എന്ത് വരുന്നു? റബ്ബക്കും എന്ന് വരുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവാണ്. റബ്ബക്കും എന്നാകും എന്താകും? നിങ്ങളുടെ രക്ഷിതാവ് എന്നാകും. നമ്മുടെ രക്ഷിതാവല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമ്മളോട് നമ്മുടെ രക്ഷിതാവ് പറയുന്നതാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഏ മനുഷ്യരെ, ഏ മനുഷ്യകുലമേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഗൗരവകരമായ വിഷയം അവിടെ പറയാണ്. ഇന്ന, എന്താ ഇന്ന എന്ന് പറഞ്ഞാൽ? തീർച്ചയായും നമ്മള് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അതന്നെ ആ വാക്കിൽ നിന്ന് തന്നെയാണ് എന്ത് വരുന്നത്? ഇന്ന സൽസലത എന്ന് പറയുന്നത്. എന്താണ് സൽസല എന്ന് പറഞ്ഞാൽ? പ്രകമ്പനമാണ്, കുലുക്കമാണ് അല്ലെ? ഒരു വിറയലാണ്, ഒരു ഭൂകമ്പമാണ്. ആ വാക്കിൽ തന്നെ എന്തുണ്ട്? ഒരു പ്രകമ്പനമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാൻ. നമുക്ക് വായിക്കുമ്പോൾ തന്നെ തിരിയുണ്ടല്ലോ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ അല്ലെ? ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ന സൽസലത, ഇന്ന സൽസലത. സൽസല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകമ്പനം, കുലുക്കം, ഭൂകമ്പം. ഇന്ന സൽസല, നിശ്ചയമായും ഈ കുലുക്കമുണ്ടല്ലോ, ഈ പ്രകമ്പനമുണ്ടല്ലോ, അസ്സാ, എപ്പോഴുള്ളത്? അസ്സാ, അന്ത്യനാളിലുള്ളത്, ഖിയാമത്ത് നാളിലുള്ള കുലുക്കത്തെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ്?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നമ്മള് ഇന്നു ഭൂമിയിൽ പല തരത്തിലുള്ള എന്തുണ്ടാകുന്നുണ്ട്? പ്രകമ്പനങ്ങളിലെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, എർത്ത് ക്വേക്കുകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് ഇന്ന് ഈ ദുനിയാവിൽ കടന്നു വരുന്ന ചില ഭൂകമ്പങ്ങളെ പറ്റിയിട്ടാണോ? ഇന്ന് നമ്മൾ കണ്ട ചില ഭൂകമ്പങ്ങളെ പറ്റിയിട്ടാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് ഏതിനെ പറ്റിയിട്ടാണ്? ഖിയാമത്ത് നാളിലേക്ക് കടന്നു വരുന്ന ആ പ്രകമ്പനത്തെ പറ്റിയിട്ടാണ് അള്ളാഹു പറയുന്നത്. സാഅത്തിന് വേറെയും പല അർത്ഥങ്ങളുണ്ട്. വാച്ചിന് സാഅത്ത് എന്ന് പറയും, സമയത്തിന് സാഅത്ത് എന്ന് പറയും. ഇവിടെ അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത്? സാഅത്ത് കൊണ്ട് അന്ത്യനാളിന്റെ ആ പ്രകമ്പനത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഷൈഉൻ അളീം. ഷൈഉൻ അളീം, അതെന്താണ്? വമ്പിച്ച ഒരു കാര്യമാണ്, അത് വലിയൊരു വിഷയമാണ്, അതൊരു ഭയാനകമായ സംഭവമാണ്. ഷൈഉൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും ബാധിക്കുന്ന എന്ന് പറയുന്നത്, എല്ലാത്തിനെയും ബാധിക്കുന്ന. മനസ്സിലായില്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞല്ലേ ആരംഭിച്ചത്. അപ്പൊ എല്ലാ ജനങ്ങൾക്കും അല്ലേ. ഇന്നിപ്പോ എന്താ പറയാ, ഇന്ന് നമ്മുടെ നാട്ടിലൊരു ഭൂകമ്പമുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ കേൾക്കുന്ന കുറെ വാർത്തകളല്ലേ, അതൊന്നും നമ്മളെ ബാധിച്ചിട്ടില്ല. കുറെ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളിലേക്ക് അത് എത്തിയിട്ടില്ല. എന്നാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇതെല്ലാവർക്കും ഉണ്ട്. ഇതിനിങ്ങനെ കുറച്ച് ആളുകൾക്കുണ്ട്, കുറച്ച് ആളുകൾക്ക് ഇല്ല എന്നില്ല. ഇതെല്ലാവരെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് പടച്ചോൻ യാ അയ്യുഹന്നാസ് എന്ന് ആദ്യം അഭിസംബോധന ചെയ്തത്. ഷൈഉൻ അളീം, ഇത് വമ്പിച്ചൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഇതെല്ലാത്തിനെയും ബാധിക്കുന്നതാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെ, മനുഷ്യകുലമേ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിശ്ചയമായും അന്ത്യനാളിന്റെ, ഖിയാമത്ത് നാളിന്റെ പ്രകമ്പനം അത് ഭയങ്കരമായ ഒരു സംഭവം തന്നെയാണ്. അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അതിന് ശേഷമുള്ള ആയത്തില് അതിന്റെ ഭീകരത എന്താണ്, അതിന്റെ അവസ്ഥ എത്രത്തോളം കഠിനമാണ് എന്ന് അള്ളാഹു വളരെ ചെറിയ ഉദാഹരണത്തിലൂടെ, ലളിതമായ ഉദാഹരണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്ക് അതൊന്ന് പാരായണം ചെയ്യാം. യൗമ തറൗനഹാ തദ്ഹലു يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചൊരു നിയമം വീണ്ടും ആവർത്തിച്ചു വന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. കുല്ലു മുർളിഅത്തിൻ എന്ന് വന്ന ഇവിടെ ഏത് നിയമം വന്നിട്ടുണ്ട്? ഏത് നിയമം വന്നിട്ടുണ്ട്? ഇൽഹാർ. നമ്മൾ കഴിഞ്ഞ ആയത്ത് പറഞ്ഞിട്ടുള്ളൂ അല്ലെ? എന്താണ് നമ്മൾ പറഞ്ഞ നിയമം? ഒരു തൻവീനിന് ശേഷം ഐന് കടന്നു വന്നാൽ അല്ലെ, ആദ്യം നമ്മൾ പറഞ്ഞത് എവിടെയാണ്? ഷൈഉൻ അളീം എന്നതാണ്. ഷൈഉൻ അളീം എന്നുള്ള അവിടെ ഹംസയുടെ മുകളിൽ രണ്ട് ലമ്മാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ വന്നത്? രണ്ട് കസറാണ് വന്നത് അല്ലെ, കസറൈനാണ് വന്നത്. രണ്ട് കസറുകൾ, തൻവീനാണ്. അതിനുശേഷം ഏതക്ഷരം വന്നു? ഐന് കടന്നു വന്നു. നിയമം എന്താണ്? ഇൽഹാറാണ്. പടച്ചോ നമ്മളെ തറവായിട്ട് പഠിപ്പിക്കുക.
തറവായിട്ട് പഠിപ്പിക്കുക. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് കടന്നു പോകാം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത്? യൗമ തറൗനഹ. യൗമ നമുക്കറിയാം അല്ലേ? എന്താണ് യൗമ? ദിവസം. അതിന്റെ ബേസ് വേർഡ് അതന്നെ. യൗമിന്റെ ജംഅ ഏതാണ്? യൗമിന്റെ ജംഅ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ, മുഫ്രദും ജംഅും ഉണ്ട് അല്ലെ. മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലറും. ജംഅ എന്ന് പറഞ്ഞാൽ, അപ്പോ യൗമ എന്ന് പറയുന്നത് മുഫ്രദാണ്. അതിന്റെ ജംഅ എന്താ? യൗമി എന്നാണ് വരിക. അയ്യാം അല്ലെ, അയ്യാമിൻ മഅദൂദാത്ത് അല്ലെ, എണ്ണപ്പെട്ട ദിനങ്ങൾ. 2 ദിവസത്തിന് അധികമുള്ള ദിവസങ്ങൾക്ക് എന്താ പറയാ? അയ്യാം. അപ്പൊ 2 ദിവസത്തിന് എന്താ പറയാ? യൗമ എന്ന് പറയും. അപ്പൊ യൗമേന് അയ്യാം. ഇവിടെ പറഞ്ഞത് യൗമ, ഒരു ദിവസം. എന്താ ദിവസം? തറൗനഹ. തറൗനഹ. തറൗനഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ദിവസം. നിങ്ങളത് കാണുന്ന ദിവസം. അത് ഏതിൽ നിന്നാണ് കടന്നു വരുന്നത്? കാണുക, കണ്ടു എന്നുള്ളതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? തറൗനഹ വരുന്നത്. കണ്ടു എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ? റഅ എന്നാണ് പറയാ. ഇതാണ് പറയാ റഅ, കണ്ടു. അതിൽ നിന്ന് തറൗനഹ എന്നാകും എന്തായി? നിങ്ങളത് കാണുന്ന എന്നായി മാറി. അതിനാണ് അവിടെ ഒരു തറ എന്നുള്ളത് കഴിഞ്ഞാൽ ഒരു ഉനഹ, തറൗനഹ, നിങ്ങളത് അല്ലേ. ഹാ എന്നാകും എന്തായി? നിങ്ങളായി. യൗമ തറൗനഹ, നിങ്ങളത് കാണുന്ന ദിവസം. തദ്ഹലു. ദഹില് എന്ന് പറഞ്ഞാൽ അന്തം വിട്ടുപോകുന്ന. എന്താണ്? അന്തം വിട്ടുപോകുന്ന, അത്ഭുതപ്പെട്ടു പോകും, അശ്രദ്ധയിലായി പോകും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണോ അതിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും. അതാണ് പറയുന്നത് ദഹില്, തെറ്റൽ. തദ്ഹലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അശ്രദ്ധയിലാകും, അന്തം വിട്ടു പോകും. പോയേക്കാം എന്നല്ല, പോയി എന്നല്ല, എന്നാൽ പോകുക തന്നെ ചെയ്യും. തദ്ഹലു, നിങ്ങൾ എന്ത് ചെയ്തോളൂ? അത് അശ്രദ്ധയിലായി പോകും, അന്തം വിട്ടു പോകും. എപ്പോ? കുല്ലു മുർളിഅത്തിൻ. കുല്ലു മുർളിഅത്തിൻ. മുർളിഅത്ത് എന്ന് പറയുന്നത് റളയിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ്. എന്താണ് റള എന്ന് പറഞ്ഞാൽ? പാല് കൊടുക്കുക, മുലയൂട്ടുക എന്നൊക്കെയാണ്. കുല്ലു മുർളിഅത്തിൻ എന്നായപ്പോ എല്ലാ മുല കൊടുക്കുന്നവളും, എല്ലാ അമ്മിനെ കൊടുക്കുന്നവളും എന്നെന്ത് ചെയ്യാണ് അല്ലാഹു പറയണം അല്ലെ. കുല്ലു എന്ന് പറയുമ്പോ അല്ലെ എല്ലാം, എല്ലാം അല്ലെ, എല്ലാം. അത് കൊടുക്കുന്ന ആരാണോ അവരെല്ലാം. കുല്ലു മുർളിഅത്തിൻ, മുല കൊടുക്കുന്ന, എല്ലാ മുല കൊടുക്കുന്നവളും. അമ്മാ അർളഅത്. അമ്മാ അർളഅത്, അവള് മുല കൊടുക്കുന്നതിനെ കുറിച്ച്. അമ്മ എന്ന് പറഞ്ഞാൽ അർളാത്ത് എന്ന് പറയുമ്പോ വീണ്ടും എന്ത് ചെയ്യാണ്? റളയിൽ നിന്ന് തന്നെ വരികയാണ് അല്ലെ. മുർളിയാത്ത് എന്ന് പറഞ്ഞാൽ മുലപ്പാല് കൊടുക്കുന്നവൾ എന്നാണെങ്കിൽ ഇവിടെ അർളാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നത്? മുല പാല് കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രവൃത്തിക്കാണ് അവിടെ പറയുന്നത്. മനസ്സിലായില്ലേ? മറ്റേത് കൊടുക്കുന്നവളെ പറ്റി പറയുമ്പോ ഇവിടെ ആ നടക്കുന്ന പ്രവൃത്തിയെ പറ്റി പറയുന്നു, അർളാത്ത്. എന്നാൽ അതിന്റെ ഇടയിൽ എന്ത് കൊടുത്തു? അമ്മ അർളാത്ത് അല്ലെ. അവള് മുല കൊടുക്കുന്നതിനെ, അതായത് എന്തിനാണ് കൊടുക്കുന്നത്? എന്തിനാ അവിടെ പറയുന്നത്? കുഞ്ഞിനല്ലേ മുല കൊടുക്കുന്നത്. കുഞ്ഞിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളാത്ത്. തദ്ഹലു, അന്തം വിട്ടു പോകും, എല്ലാ മുല കൊടുക്കുന്ന സ്ത്രീകളും, തന്റെ കുഞ്ഞിനെ മുല കൊടുക്കുന്ന എല്ലാ സ്ത്രീകളും ആ മുല കൊടുക്കുന്നതിനെ പറ്റി എന്ത് ചെയ്തു? അശ്രദ്ധയിലായി പോകും. ഒരു കുഞ്ഞിന് മുല കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രകമ്പനം ഉണ്ടായാൽ അതിൽ നിന്ന് അശ്രദ്ധ പറ്റിപ്പോകും. ഏറ്റവും കൂടുതൽ അല്ലെ നമ്മുടെ വീടുകളിലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എത്ര സൂക്ഷിച്ച് എത്ര നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ, ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്ന കാര്യം. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു പോകും? അശ്രദ്ധയിലായി പോകും. പിന്നെയോ എന്ന് പറഞ്ഞാൽ എന്താ?
വളഅ എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഇതാണ് പ്രസവിക്കുക, പ്രസവം എന്നൊക്കെ പറയാം. വതളഉ പ്രസവിക്കുകയും ചെയ്യും. കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. എല്ലാ ഗർഭം ധരിച്ച സ്ത്രീകളും എന്തായി പോകും? പ്രസവിച്ചു പോകും. വതള പ്രസവിക്കുകയും ചെയ്യും. ഗർഭിണിയായിട്ട് നിൽക്കാണ്. ആ പ്രകമ്പനത്തിന്റെ ആ ഒരു കാഠിന്യം കാരണം ഇതാണ് പറയുന്നത്. നമ്മളിപ്പോഴുള്ള സൽസലത്താണ് നമ്മൾ വിശദീകരിക്കുന്നത്. ആ പ്രകമ്പനത്തെ പറ്റിയിട്ടാണ് നമ്മൾ വിശദീകരിക്കുന്നത്. തന്റെ ഒരു ഉമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ അതിൽ നിന്ന് അശ്രദ്ധയിലായി പോകും. കഴിയുന്നില്ല. ഗർഭിണിയായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ എന്ത് ചെയ്തു പോകും? പ്രസവിച്ചു പോകും. പിന്നെന്താ അള്ളാഹു പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇതിലുള്ള പദങ്ങളുടെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ആയത്ത് തുടങ്ങി എങ്ങനെയാണ്? യൗമ തറൗനഹ എന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ? തറൗനഹ എന്നുള്ള വാക്ക് ഏതിൽ നിന്നാ വന്നത്? കണ്ടു എന്നുള്ളതിൽ നിന്നാണല്ലേ. വീണ്ടും അള്ളാഹു പറയാ വത്തറ. എവിടുന്ന ഈ വത്തറ വന്നത്? അതും എന്നുള്ള പദത്തിൽ നിന്ന് തന്നെയാണ്. എന്നാൽ വത്തറ എന്നാകുമ്പോ ഇവിടെ എന്തർത്ഥമാവും? നീ കാണും, നിനക്ക് കാണാൻ കഴിയും. ആരെന്നറിയോ നിനക്ക് കാണാൻ കഴിയ? അന്നാസ് ല്ലേ? ഇൻസിന്റെ ജമഅ് നാസ് ല്ലേ? ജനങ്ങളെ എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. മനുഷ്യന്മാരെ എനിക്ക് കാണാൻ കഴിയും. എങ്ങനെയെന്നറിയോ? സുക്കാറ, മത്ത് പിടിച്ചവരായിക്കൊണ്ട്, ഒരു ലഹരി പിടിച്ചതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെ കാണാൻ കഴിയും. എന്നിട്ട് അള്ളാഹു പറയാണ് വമാഹും ബിസുക്കാറ, വമാഹും ബിസുക്കാറ, വമാഹും അവരല്ല താനും ബിസുക്കാറ, മത്ത് പിടിച്ചവർ, ലഹരി ഉപയോഗിച്ചവരല്ല അവര്. എന്നാൽ എന്താണ് അവര് ആ ഒരു സക്കറിൽ പെട്ടുപോയത്? എന്ത് കാരണം കൊണ്ടാണ്? ഇന്ന സൽസല അല്ലെ? ആ സൽസല കാരണം അവരെന്ത് ചെയ്തു? മത്ത് പിടിച്ചവരായി മാറിപ്പോകും. വലാകിന്ന എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? എങ്കിലും പക്ഷേ അദാബ് കേട്ടിട്ടില്ലേ? അദാബ് അല്ലെ? അദാബൊക്കെ ശിക്ഷ. ആരുടെ ശിക്ഷ? അല്ലാഹുവിന്റെ ശിക്ഷ. ഷദീദ്, കഠിനമേറിയതാണ്. ഷദീദ് കഠിനമേറിയതാണ്. നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. നമ്മൾ ഇന്നും പടച്ചോനെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി മാത്രം കേൾക്കുന്നവരായി മാറരുത്. തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കൂല. തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി നമ്മൾ അറിയണം. അള്ളാഹു നമ്മളെ ഇല്ലാതാക്കുന്ന, നമ്മൾക്ക് തരുന്ന ശിക്ഷകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആരംഭിച്ചത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, അല്ലാഹുവിനെ സൂക്ഷിക്കണം. രണ്ടാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയാ വലാകിന്ന അദാബല്ലാഹി ശദീദ്. എന്താ കാരണം അറിയോ? പടച്ചോന്റെ ശിക്ഷ അത് കഠിനാണ്. നമ്മൾ ഇത്തഖൂ റബ്ബക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ പലപ്പോഴും കരുതി എന്താണെന്നറിയോ? വേണമെങ്കിൽ സൂക്ഷിക്കാന്ന. അല്ല, സൂക്ഷിച്ചേ പറ്റൂ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും സൂക്ഷിച്ചേ പറ്റൂ നമുക്ക്. വലാകിന്ന അദാബല്ലാഹി ശദീദ്. അതിന്റെ കാരണം എന്താണെന്നറിയോ? പടച്ചോന്റെ ശിക്ഷ അത് കഠിനമേറിയതാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിന്റെ അവസ്ഥയിലേക്ക്, ആ ഖിയാമത്ത് നാളിന്റെ അടുത്തുള്ള ആ അന്ത്യനാളിന്റെ ഭീകരത നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بغير علم
ويتبع كل شيطان مريد. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമിനന്നാസ്. വമിന എന്ന് പറഞ്ഞാൽ വാ എന്ന് പറയുന്നത് എന്തിനാണ്? ആൻഡ് ആണല്ലേ. വാ എന്നാണ് ആൻഡ്. അപ്പൊ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു വലാകിന്ന അദാബുല്ലാഹി ശദീദ്, അള്ളാന്റെ ശിക്ഷ എന്താണ്? കഠിനമാണ്. ആൻഡ് വ മിന അല്ലെ, മിൻ എന്നുള്ളതിൽ നിന്ന് എന്ത് വരുന്നു? മിന വരുന്നു. എന്താണ് മിൻ എന്ന് പറഞ്ഞാൽ? മിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിന്ന് അല്ലെ. എന്താണ് മിൻ എന്ന് പറഞ്ഞാൽ? എന്താണ് നിന്ന്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നിന്ന് എന്ന് കാണാൻ കഴിയും. വമിനന്നാസ്, ആരിൽ നിന്ന്? മനുഷ്യരിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്. ജനങ്ങളിലുണ്ട്, മനുഷ്യരിലുണ്ട് അല്ലെ. മിൻ, മനുഷ്യരിലുണ്ട്. എന്താണ് മനുഷ്യരിലുള്ളത്? മൻ ചിലര്, ചില ആളുകളുണ്ട്. എന്താണ് അവരുടെ സ്വഭാവം? യുജാദിലു, ജദല യുജാദിലു, എന്താ? അവര് തർക്കത്തിന്റെ ആളുകളാണ്, കുഴപ്പത്തിന്റെ ആളുകളാണ്, പ്രശ്നത്തിന്റെ ആളുകളാണ്. എന്നാൽ എന്തിനെ പറ്റിയിട്ടാണ് അവർ തർക്കിക്കുന്നത്? അവരെ വീടിനെയോ അവരുടെ നാടിനെയോ അവരുടെ സൗന്ദര്യത്തെയോ അവരുടെ ശരീരത്തെയോ അല്ല, മറിച്ച് അവർ തർക്കിക്കുന്ന വിഷയം വലിയ ഗൗരവപരമായ വിഷയമാണ്. ഫില്ലാഹ്. ആരുടെ വിഷയത്തിലാണ് അവർ തർക്കിക്കുന്നത്? ഫില്ലാഹ്, അള്ളാന്റെ വിഷയത്തിൽ തർക്കിക്കാണ്. അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ തർക്കിക്കുന്നു. എന്നാൽ അവരുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഖുർആനിന്റെ ആ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കണേ. ആദ്യം അള്ളാഹു പറയുന്നു മനുഷ്യരിലുണ്ട്. ആരാണ് മനുഷ്യരിലുള്ളത്? എന്താ അവരുടെ പ്രശ്നം? മൻ യുജാദിൽ, ചില ആളുകളാണ് മനുഷ്യരിലുള്ള. യുജാദിൽ, അവരെന്താണ്? തർക്കിക്കുന്നു. അവരെന്ത് ചെയ്യാണ്? പ്രശ്നം ഉണ്ടാക്കുന്നു, തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെന്ന് പറയാ, ശരി, അവരുടെ അവസ്ഥ പറയാ. ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ല. ഇൽമു എന്ന് പറഞ്ഞാൽ എന്താ? അറിവാണല്ലേ. അല്ലെ, നമ്മളെപ്പോഴും പടച്ചവനോട് തേടുന്ന എന്തിനാണ്? ഇൽമു കിട്ടാനാണ് അല്ലെ. എങ്ങനെയുള്ള ഇൽമു? നാഫിയ അല്ലേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ. ആരാ എപ്പോഴും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഈ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വലിയ ആലിമ്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, ഉപകാരപ്രദമാകുന്ന അറിവ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആളുകള് അള്ളാഹുവിന്റെ വിഷയത്തിൽ യാതൊരു അറിവുമില്ലാതെ അവരെന്ത് ചെയ്യാണ്? തർക്കിക്കാണ്. പടച്ചോൻ എവിടെയെന്ന് ഓൻ അറിയില്ല, എന്നിട്ട് ഓൻ പറയാണ് പടച്ചോൻ ഇവിടെയാണ് എന്ന്. എവിടെയാണ് അള്ളാഹു? അർറഹ്മാനു അലൽ അർശി ഇസ്തവ, അത് ഓൻ അറിയില്ല. അതറിയാത്ത ഒരാള് അള്ളാഹു എവിടെയെന്ന് പറഞ്ഞ് തർക്കിക്കാൻ പറ്റുമോ? അള്ളാഹു എവിടെയെന്ന് പറഞ്ഞ് വർത്താനത്തിൽ പോകാൻ പറ്റുമോ? നമ്മൾ ഇത് ചിന്തിച്ചാൽ എന്തിനാ പടച്ചോൻ നമ്മളോട് ഇത് പറയുന്നത്? ഈ പറയുന്ന കൂട്ടരിൽ നമ്മൾ പെടാൻ പാടില്ല. ക്ലാസ് എടുക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം, ക്ലാസ് എടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ തർക്കിക്കാറുണ്ടോ? എനിക്ക് പടച്ചോനെ പറ്റി അറിവില്ലാത്തൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ശരിയായ അറിവുള്ളവരാണെങ്കിൽ നമ്മൾ പറയും അറിയില്ല. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ല അത്ര വലിയ പണ്ഡിതനാണ്. ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ പോയിട്ട് 20 ചോദ്യങ്ങൾ ചോദിച്ചു. 20 ചോദ്യങ്ങൾ.
ഓരോ ചോദ്യം കേട്ടിട്ടും പറഞ്ഞു അനലാതിരി, എനക്കറിയില്ല. നമ്മള് പറഞ്ഞു വരുന്ന വിഷയം മറ്റൊന്നുമല്ല. അള്ളാഹുവിനെ പറ്റി നമുക്ക് എന്തറിയാം? അള്ളാഹുവിനെ പറ്റി അറിവില്ലാത്തൊരു കാര്യത്തിലുള്ള തർക്കത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം, ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞു വെക്കുന്നു. പിന്നീട് അള്ളാഹു പറയാണ് അവരെ പറ്റിയിട്ടാണോ പറയണത്? ചിലരെന്ന് പറഞ്ഞില്ലേ, അവരെ പറ്റിയിട്ട് തന്നെ അള്ളാഹു പറയാ അല്ലേ, ഇത്തിബാ ചെയ്യുന്നവരാണ് അവര്, പിൻപറ്റുന്നവരാണ് അവര്, ഫോളോ ചെയ്യുന്നവരാണ് അവര്. ആരെ? കുല്ല ശൈത്താനിൻ മരീദ്, എല്ലാ പിശാചിനെയും. എന്താണ് ആ പിശാചിന്റെ സ്വഭാവം? അവനെന്താണ്? മരീദാണ്, ധിക്കാരശീലനാണ്. എല്ലാ ശൈത്താൻ നമ്മളെ തോന്നിപ്പിക്കുന്ന എല്ലാത്തിനെയും പിറകിൽ നമ്മൾ പോകുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. നമസ്കാരത്തിൽ നമ്മളെ ഉപദ്രവിക്കാൻ ഒരു ശൈത്താനുണ്ട്, നമുക്ക് വസ്വാസ് ഉണ്ടാക്കി തരാൻ, നമ്മൾക്ക് മറ്റ് ചിന്തകൾ തോന്നിപ്പിക്കാൻ, നമ്മൾ അങ്ങനെ പലതിലേക്കും വഴി തെറ്റിവിടാൻ ഒരു ശൈത്താനുണ്ട് നമ്മുടെ എല്ലാ നമസ്കാരത്തിലും നമ്മുടെ അടുത്തേക്ക് കടന്നു വരും. ആ ശൈത്താൻ പറയുന്ന 10ൽ ഒരു 5 കാര്യത്തിലെങ്കിലും നമ്മൾ പോകൂലേ? ഒരു കാര്യത്തിൽ പോയാൽ മതി, പിൻപറ്റുന്നവരായില്ലേ നമ്മൾ? നമസ്കാരത്തിൽ എന്തൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ശൈത്താൻ നമ്മളെ തോന്നിപ്പിക്കുന്ന പലതും നമ്മൾ പിൻപറ്റുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പിൻപറ്റുമെന്നല്ല, പിൻപറ്റുകയും ചെയ്യും. എന്താണ് അവർ ചെയ്യും? അവര് പിൻപറ്റുന്നവർ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ശൈത്താൻ തോന്നിപ്പിച്ചതിന് പേരിൽ നമ്മൾ ഇന്നും ചെയ്തു പോകുന്ന, ഈ നിമിഷവും ചെയ്തു പോകുന്ന പലതും ഉണ്ട്, പല വിഷയങ്ങളുമുണ്ട്. ഗൗരവത്തിൽ സൂക്ഷിക്കാനും ആലോചിക്കാനും നമ്മളെ കൊണ്ട് കഴിയണം. കാരണം അല്ലാഹു എന്താണ്? കഠിനമായ ശിക്ഷ നൽകുന്നവനാണ് എന്ന്. 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരറിവുമില്ലാതെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിക്കാരശീലനായ മരീദായ എല്ലാ പിശാചിനെയും പിൻപറ്റുകയും ചെയ്യുന്ന ചിലർ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. നമ്മളതിലുണ്ടോ എന്നാ പരിശോധിക്കേണ്ടത്. അതിനാ പടച്ചോൻ നമുക്ക് ഇതോതി തരുന്നത്. ഇന്ന് ഈ അൽ ഹിക്മ സെന്ററിന്റെ മുകളിൽ നമ്മൾ വന്ന് ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പടച്ചോന്റെ തീരുമാനമാണ്. ദുനിയാവിന്റെ പല തിരക്കുകളുമായിട്ട് കുറെ ആളുകൾ ഓടുന്നുണ്ട്. ഇന്ന് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടാൻ കാരണം നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞ ആളല്ല. ഇന്ന് നമ്മൾ വരാ കാരണം നമ്മള് വാട്സപ്പ് തുറന്നു എന്നുള്ള കാരണം കൊണ്ടല്ല. ഇന്ന് നമ്മളെവിടെ എത്തിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ അല്ലാഹു നമ്മുടെ കാതിൽ കേൾപ്പിക്കണമെന്ന് പടച്ചോന്റെ നിശ്ചയം എന്തെന്നറിയോ? പടച്ചോന്റെ കാര്യത്തിൽ അറിവില്ലാണ്ട് നീ തർക്കിക്കാൻ പോകരുത് കേട്ടോ. വയത്തബിയൊക്കുള്ള ശൈത്താനും മരീദ്, ധിക്കാരശീലനായ ശൈത്താനെ നീ പിൻപറ്റാൻ പാടില്ല. അങ്ങനെ ആളുകൾ, ചില മനുഷ്യന്മാരിൽ ചില ആളുകൾ അങ്ങനെ ഉണ്ട്. നമ്മൾ മനുഷ്യന്മാരായ നമ്മൾ ആലോചിക്കണം, ഞാൻ ആ വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ടോ, അതിൽ ഞാൻ പെട്ടേക്കുമോ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്തിന്റെ പേരിൽ 3 ആയത്തുകൾ വളരെ വ്യക്തമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 3 ആയത്തുകൾ, അതിലൂടെ പല തലങ്ങളിലുള്ള വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ആലോചിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഈ ഖുർആൻ അത് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നമ്മൾ ഉയർത്തുക തന്നെ ചെയ്യും. ഖുർആൻ പഠിച്ച ആളുകൾ ആരാണോ അവർക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധം കഴിഞ്ഞ് ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ടവരെ, ഷഹീദായവരെ കഫ പുടവയിൽ പുതന്നതിന് ശേഷം അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ആളുകളുടെ, സഹാബാക്കളുടെ ആ മയ്യത്തുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇതിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ പഠിച്ച ആളാരാണ്? അവരുടെ മയ്യത്ത് ആദ്യം എടുക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇതിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം വിശ്വാസികളായ നമ്മൾ അറിയണം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. പടച്ചോൻ ഇതിനെ എളുപ്പമാക്കി തന്നിരിക്കുന്നു കുറ്റാലോചിക്കുന്നവർക്ക്, ഇതിനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അള്ളാഹു ഇത് എളുപ്പമാക്കി തരും. ആരുണ്ട് ഇത് മനസ്സിലാക്കാൻ? ആരുണ്ട് ഇതിലേക്ക് കടന്നു വരാൻ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം.
അല്ല അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങളുടെ ഹൃദയങ്ങൾ ഏതെങ്കിലും പൂട്ടുകൾക്കടിയിലാണോ? ഖുർആനിനെ ഉറ്റാലോചിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലേ? ആദ്യം അല്ലാഹു ഖുർആനെ നിങ്ങൾക്ക് എളുപ്പമാക്കി തന്നു എന്ന് പറഞ്ഞു. എളുപ്പമാണത്, എന്നാൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? പിന്നീട് അള്ളാഹുവിന്റെ മറ്റൊരു സൂറത്തിലുള്ള ചോദ്യം എന്താ? സഹോദരന്മാരെ, ഖുർആനിനെ ഉറ്റാലോചിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാടുകളിൽ എത്ര ആളുകളുണ്ട്, എന്നിട്ട് എത്ര കുറച്ച് ആളുകൾക്കാണ് ഇതിനുള്ള അവസരം അള്ളാഹു നൽകിയത്? നമ്മൾ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.